السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തും സൂക്ഷിച്ചും ജീവിക്കണം എന്നുണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തിന്റെ മിമ്പറിലേക്ക് കയറുന്ന അവസരത്തിൽ ഒന്നാമത്തെ പടിയിൽ കാലുവെച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു നബി. രണ്ടാമത്തെ പടിയിൽ കാലുവെച്ചപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടിയിൽ കാലുവെച്ചപ്പോഴും നബി ആമീൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ജനങ്ങളുടെ നേരെ, സഹാബത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല പുതുമയും തോന്നിയോ? നിങ്ങൾക്ക് വല്ല പ്രത്യേകതയും തോന്നിയോ എന്ന് ചോദിച്ചപ്പോൾ, അതേ നബി, താങ്കൾ ആമീൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്നത്. എന്തിനാണ് ഞാൻ ആമീൻ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? അവർ അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ പറഞ്ഞു, ഞങ്ങൾക്കാർക്കും അതറിയില്ല. ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മിമ്പറിലേക്ക് കയറാൻ കാലെടുത്ത് വെക്കുമ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അരികിൽ വന്നു നിന്നു. എന്നിട്ടൊരു പ്രാർത്ഥന നടത്തി. ഒന്നാമത് പ്രാർത്ഥിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ആരെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സലാത്ത് ചെല്ലാത്തവനെ അല്ലാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു ഞാൻ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ പറഞ്ഞത്, വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാനും അവരെ പരിപാലിക്കാനും അതിലൂടെ സ്വർഗം നേടാനുമുള്ള അവസരം കയ്യിൽ കിട്ടിയിട്ട് അതിലൂടെ സ്വർഗം നേടാൻ ശ്രമിക്കാത്തവനെ അല്ലാഹു ശപിക്കട്ടെ, അതിനാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ പടിയിൽ കയറിയപ്പോൾ തന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ജീവിതത്തിൽ ഒരു റമളാൻ മാസം കയ്യിൽ കിട്ടിയിട്ട് അതിലൂടെ തന്റെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള പ്രവർത്തനം നടത്താത്തവനെ അല്ലാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. നമ്മൾ പരിശുദ്ധ റമളാൻ മാസത്തിലാണ്. നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ, അതിലൂടെ സ്വർഗപ്രവേശം ലഭിക്കുവാനുമുള്ള കഠിനാധ്വാനത്തിലാണ് നമ്മൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നിരവധി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള നബിവചനമുണ്ട്, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ഈമാനോടും അല്ലാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടും ആരെങ്കിലും നോമ്പെടുത്താൽ, റമളാനിൽ നോമ്പെടുത്താൽ, അല്ലെങ്കിൽ റമളാനിൽ രാത്രി നിന്ന് നമസ്കരിച്ചാൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനുള്ള
പാപങ്ങളും ഒരുമിച്ച് റമദാനിൽ നമുക്ക് കിട്ടുകയാണ്. ഈ പാപമോചനത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മോടൊരു കാര്യം പറയുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ, നിങ്ങൾ വേഗം വരിക, ഓടി വരിക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് ഓടി വന്നോളൂ, വേഗം വന്നോളൂ, അമാന്തിക്കണ്ട. പിന്നെന്താ കിട്ടുക? അത് കിട്ടിയാൽ വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. സ്വർഗം, ഞാൻ എന്റെ ആയത്തിന്റെ അർത്ഥം മാത്രമേ വിശദീകരിക്കണം പോകുന്നു. അർളുഹസ് സമാവാതു വൽ അർദ്, സ്വർഗത്തിന്റെ വിശാലത, വിസ്തൃതി മനുഷ്യന് സങ്കല്പിക്കാവുന്നതിന് അങ്ങേയറ്റാണ് ഉള്ളത്. നമുക്കൊരു വസ്തുവിന്റെ വിശാലത, വിസ്തൃതി എത്ര സങ്കല്പിക്കാം? മാക്സിമം ഈ ആകാശത്തിന്റെ അത്ര നമ്മൾ കണ്ട അത്രയാണ്. പിന്നെ നമുക്ക് ഭൂമിയാണ്. ഇതിന്റെ അപ്പുറത്തൊരു വിശാലത നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗം വരികയില്ല എന്ന് പറയും. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്. നോമ്പ് നിർബന്ധമാക്കിയതെന്തിനാ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ്. ആ തഖ്വയുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിലേക്കും അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും അതിലൂടെ ലഭിക്കുന്ന സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടി വരിക. എന്നിട്ട് അല്ലാഹു തആല ആരാണ് ഈ സ്വർഗത്തിൽ പോകുന്ന മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്? الذين ينفقون في السراء والضراء, സുഖകരമായ കാലത്തും വിഷമങ്ങളുള്ള നേരത്തും തങ്ങളുടെ സമ്പത്തുകൾ ചെലവഴിക്കുന്നവരാണ്. അവനവന്റെ കയ്യിലുള്ളതിൽ നിന്ന് വിഷമമുള്ള നേരത്തും വിഷമില്ലാത്ത നേരത്തും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവരാണ്. അടുത്തതാണ് രണ്ടെണ്ണം നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഏത് പ്രകോപനം ഉണ്ടാക്കിയാലും ആ പ്രകോപനത്തിൽ വീഴാതെ അതിനെ മറച്ചു പിടിക്കാൻ കഴിയും. ഓയിൽ എന്നുള്ള പ്രകോപനം ഉണ്ടാക്കുക. നമ്മളെ പ്രകോപിപ്പിക്കുന്ന പല മനുഷ്യന്മാരും പല കാര്യങ്ങളും പല സംഭവങ്ങളും പല വാക്കുകളും ഇതൊക്കെ നമ്മളെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ച് പ്രകോപനം കൊണ്ട് പൊട്ടിത്തെറി. എന്തൊക്കെയാ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു. ആ അവസരത്തിൽ ഈ പ്രകോപനമുണ്ടാക്കുന്ന കാര്യങ്ങളെ, പ്രകോപനത്തെ, തന്റെ ഉള്ളിലുള്ള ആ പ്രകോപനത്തെ ഒതുക്കി പിടിച്ചു നിർത്താൻ കഴിയുന്നവൻ എന്നാണ്. ഈ പ്രകോപനം കൊണ്ടാണല്ലോ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും തെറ്റിയില്ല. കൂട്ടുകാരോട്, അയൽവാസികളോട്, നാട്ടിലുള്ള മറ്റുള്ളവരോട്, ജ്യേഷ്ഠന്മാരോടും അഞ്ചന്മാരോടും പെങ്ങന്മാരോടും ഉമ്മാനോടും പാപ്പാനോടൊക്കെ പ്രകോപനം ഉണ്ടാക്കി തെറ്റി നടക്കുകയാണ്. അത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വിശദീകരിക്കുന്നില്ല. വൽആഫീന അനിന്നാസി, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നവർ. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക, അത് വളരെ വലിയ ഒരു വിശേഷണം, ഒരു നല്ല ഗുണമാണ്. ഇനിയിപ്പോ അവസാനത്തെ പത്തായാൽ നമ്മൾ പറയാൻ പോണതാണ് അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ, അല്ലാഹുവേ നീ അങ്ങേയറ്റം മാപ്പ് കൊടുക്കുന്നവനാണ്,
മാപ്പ് കൊടുക്കൽ നിനക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം എന്ന് നിരന്തരം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ. പക്ഷെ നമ്മൾ ആർക്കും മാപ്പ് കൊടുക്കില്ല. ഒരാൾക്കും മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാവും. നമ്മൾ ഒരാള് നമ്മുടെ അടുത്ത് വന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റമളാനാണ്. നമ്മള് ആരോടെങ്കിലും എന്തെങ്കിലും പ്രകോപനത്തിന്റെ കാര്യത്തിൽ പ്രകോപനം ഉണ്ടായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറിയ ആളാണെങ്കിൽ എത്ര വലിയ ആളാണെങ്കിൽ അവരോട് പോയിട്ട് തുറന്ന് പറഞ്ഞത് മാപ്പാക്കി കാണും. അവിടെ നമ്മളെ ഈഗോ നമുക്ക് തടസ്സമാകരുത്. അതാണ് ഈ റമളാൻ നമ്മളെ പകർത്തിത്തരം വരിക. ഇത് അങ്ങനെ ആരെങ്കിലും ഒരാള് നമുക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ തെറ്റുപറ്റിയിരുന്നു, അല്ലെങ്കിൽ പണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടല്ലോ, നീ അതെനിക്ക് മാപ്പാക്കി തരണം എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മളെ കിബറൊക്കെ ഇങ്ങനെ ഉയർന്നു വരിക. ആ പ്രശ്നമല്ല, പൊറുക്കണ മാപ്പാക്കണ പ്രശ്നമല്ല. അഥവാ നമ്മൾ മാപ്പാക്കാൻ തീരുമാനിച്ചു നോക്കുക, നമ്മൾ ആ ഒന്നാൾക്ക് മാപ്പാക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പോകുമ്പോൾ അയലോക്കത്തിന് വരുന്നുണ്ടാവും, അവിടെ ഏട്ടുണ്ടാവും, അനുജനുണ്ടാവും, അല്ലെങ്കിൽ വേറെ ബന്ധുക്കളുണ്ടാവും, പങ്ങന്മാരൊക്കെ ഉണ്ടാവും. പോലിങ്ങനെ വന്നിട്ടില്ല, എന്തിനാ മറ്റൊന്നിനെ എന്തിന് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അതിങ്ങനെ മാപ്പാക്കണമെന്നോ പറഞ്ഞതാണ്. നമ്മൾ വിടത്തില്ലോ, നമ്മൾ ഓലക്കാരെ ഒന്നും കുറവല്ലേ, എന്തിനാ ഓൽക്കത് മാപ്പെടുക്കണം, അടിച്ചത് തീർക്കണം എന്ന് പറയാൻ ചില പിശാചുക്കൾ നമ്മളിലേക്ക് വരും. മനുഷ്യവേഷത്തിലുള്ള പിശാച്, അവരെ പിശാചിൽ നിന്ന് മനസ്സിലാക്കണം. ആരെടുത്താണെങ്കിൽ നമ്മൾ പോയിട്ട് പറ്റിപ്പോയതാ മാപ്പാക്കണം. ഇതൊന്നും ചെയ്യൂല. ആ ഗർവവും അഹങ്കാരം തൻപോരിമയും കൊണ്ടും ഇങ്ങനെ നടക്കും. അതിന്റെ അടുക്കാൻ ഒരു ദിവസം മരിച്ചോളോ കൊണ്ട് മയ്യത്ത് ഇവിടെ കുറഞ്ഞിട്ട് പറയാം, ഇയാള് മറ്റേ ആളെയും മറിച്ചാളെയും ഇയാള് സമൂഹത്തിൽ ഇടപെട്ടിരുന്ന ആളാണ്, അതുകൊണ്ട് ഇയാളെ വാക്കിലോ പ്രവൃത്തിയിലോ നോക്കിലോ വാക്കിലോ വല്ലതും മുന്നണികളൊക്കെ മാപ്പാക്കി കൊടുക്കണം. അള്ളാഹ് അത്ര വലിയ പൊട്ടനാണെന്ന് വിചാരിക്കുന്നു. നല്ല കാലത്തോടെ മുന്നിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും രണ്ട് കാലം നടന്നത് നോക്ക് ചങ്ങായി പറ്റിപ്പോയത് ആ മാപ്പാക്കണം എന്ന് പറയാൻ തയ്യാറായില്ല. എന്നിട്ട് പിന്നെ ഓന്റെ മക്കൾ പോകാൻ വേണ്ടി മാപ്പ് വയ്ക്കണം, നാട്ടുകാർ മാപ്പ് വയ്ക്കണം. നമ്മൾ ആലോചിക്കണം എപ്പോഴും നമ്മൾ മരിക്കുന്നില്ല. ഈ ഇരുത്തത്തിൽ നമ്മൾ എഴുന്നേൽക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് എന്ത് പണക്കുണ്ടെങ്കിലും, കാരണം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മളെ അമലും അള്ളാഹുവിന്റെ കൊണ്ടു ചെല്ലുമ്പം അള്ളാഹ് സ്വീകരിക്കാതെ മടക്കി വിടും. പണങ്ങിയവന് എന്നിട്ട് കൊണ്ടല്ല ഒരു പണക്കം തീർന്ന് സുൽഹായിട്ട് കൊണ്ടുവന്നാൽ മതി അള്ളാഹ് പറയുന്നതാണ്. പിന്നെ നമസ്കരിച്ചിട്ട് നോമ്പ് കൊടുക്കുന്നത് വേണ്ടി അപ്പൊ എല്ലാവരും ഞാൻ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് കൊടുക്കുന്നുണ്ട്, എനിക്ക് വലിയ താടിയുണ്ട്, എന്റെ തുണി എനിക്ക് നല്ല താഴെയൊക്കെ ഉഷാറാ നടക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ഈമാനിനെ കാണണം, മറ്റുള്ളവർക്ക് അത് പ്രതിഫലിച്ച് കാണണം. അതാണ് ഇസ്ലാമിന്റെ. ഉലൈക ഹുമുൽ മുഹ്സിനൂൻ ഇന്ന അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളെ, മുഹ്സിന എന്നാൽ നന്മ ഉണ്ടാക്കണം, നാട്ടിൽ നല്ല കാര്യം ചെയ്യുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന്. ഇതൊക്കെ ചെയ്തവനാണ് നന്മ ചെയ്തതാണ്. നിങ്ങൾക്ക് നാട്ടിൽ വല്ല നന്മയും പുരോഗതി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, അവര് വല്ല മോശമായ കാര്യം ചെയ്താൽ, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ അവനോട് തന്നെ വല്ല അതിക്രമവും ചെയ്താൽ, സ്വന്തത്തോടോ സമൂഹത്തോടോ മറ്റുള്ളവരോടോ വല്ല തെറ്റുകളും ചെയ്താൽ, അവർ അള്ളാനെ ഓർക്കും. പടച്ചോനെ എന്താ പറഞ്ഞത്, എന്താ ചെയ്തത് എന്നവർ ഓർക്കും.
ലിദുനൂബിഹിം, എന്നിട്ട് അവരുടെ പാപങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാതെ നിങ്ങൾക്ക് പാപം പുറത്തേനാൽ വേറെ ആരാവില്ലല്ലോ. ഒരാളോട് നിങ്ങൾ പാപമോചനം തേടിയിട്ടില്ല, അള്ളാഹിനോടേ പാപമോചനം തേടാം. അത് മലക്കാണെങ്കിലും നബിയാണെങ്കിലും വലിയാണെങ്കിലും അവർക്കാർക്കും, ഇനി ജിന്നാണെങ്കിലും നിങ്ങളുടെ പാപമോചനം നടത്തി തരാൻ, പാപം പുറത്തേൻ കഴിയില്ല. അള്ളാഹ്ക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. വലം യുസിറു അലാ മാ ഫഅലു, അവർ പാപമോചനം തേടുന്നു എന്ന് മാത്രമല്ല, അവർ ചെയ്തു പോയ തെറ്റിൽ പിന്നെ ഉറച്ചു നിൽക്കൂല. അള്ളാഹിനോട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് പോയിട്ട് വീണ്ടും അക്കാര്യം ചെയ്യൂല. അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർ ഉറച്ചു നിൽക്കൂല എന്ന് മാറിയിട്ടുണ്ടാകും. വഹും യഅലമൂൻ, അവർ അത് അറിവുള്ളവരായിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹു തആല ഈ കാര്യങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയാം. വളരെ ചുരുങ്ങിയ സമയമാണ്. നമ്മൾ ഓർക്കുക, നമ്മൾ എന്തെല്ലാം വർത്താനം ഒക്കെ പറയുന്നത് അതൊക്കെ പൊരുത്തപ്പൊടിച്ച് അള്ളാന്റെ മഗ്ഫിറത്തും കിട്ടാനാണ് റമളാൻ നമ്മുടെ മുമ്പിൽ കയ്യിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാപമോചനത്തിലേക്ക് സാരിയവും നിങ്ങൾ സുറ വേഗത്തിൽ വന്നോളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും മടിച്ചു നിൽക്കുക. ഇത് നാളത്തെ എന്റെ സ്വർഗത്തിന്റെ കാര്യം. മറ്റൊന്ന് പറഞ്ഞത് ഇവിടുത്തെ വലിയ തറവാടും മഹിമൊക്കെ പറഞ്ഞത് ഇവിടുത്തെ കാര്യം. നാളെ സ്വർഗത്തിൽ പോകണം, അതിനാണ് ഈ കഷ്ടപ്പെടുന്നതൊക്കെ. അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ അധ്വാനിക്കേണ്ടതുണ്ട് എന്നുള്ള ആ വലിയ ചിന്തയോടുകൂടി, അതാണ് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പറയുന്നത്. അള്ളാന്റെ പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ എന്ത് ചെറിയ കാര്യം, ഏത് ചെറിയവനോടാണെങ്കിലും നമ്മൾ തെറ്റ് മാറ്റി നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി സലീമായ എല്ലാത്തിനും രക്ഷപ്പെട്ട മാനസിക ഒരു വിഷമം ഉള്ളിൽ ഒതുക്കി വെക്കാത്ത ഒരു കൽപ്പുമായി അള്ളാന്റെ അടുത്ത് ചെല്ലണമെന്നാണ് സ്വർഗം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വലിയവരാണ്, മറ്റവർ എത്ര ചെറിയവനാണ്, നമ്മൾക്കിടയിൽ മരിച്ചിട്ട് ഇവിടെ കുറഞ്ഞിട്ട് മാപ്പാക്കണം എന്ന് പറയാൻ അവസരം ഉണ്ടാക്കാതെ നമ്മൾ ആരോടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ട് മാപ്പാക്കണം എന്നൊരു വാക്കേ പറയുന്നു. മാപ്പ് കെട്ടേണ്ട വക്താണ് അത് ഒരെണ്ണമാണ്. ആ രൂപത്തിലേക്ക് മാറ്റി റസൂലുള്ള പറഞ്ഞു റമളാൻ കിട്ടിയിട്ട് അതുകൊണ്ട് പാപമോചനം വരുത്തി സ്വർഗപ്രവേശനം നടത്താൻ അവസരം ഉണ്ടാക്കാത്ത നമ്മൾ ശ്രദ്ധിക്കട്ടെ എന്ന് അതിൽ പെടാതിരിക്കുക. ഈ റമളാനിൽ 100% ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം ഇഹത്തിലും പരത്തിലും സുഖത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും അല്ലാഹു നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവസാനം മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.